പൊതുവെ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതിലും പ്രസ്താവന നടത്തുന്നതിലും പിന്നോട്ട് നിൽക്കുന്ന സ്വഭാവക്കാരാണ്. കാരണം അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെടേണ്ടതും അഭിപ്രായങ്ങൾ പറയേണ്ടതുമായ ഒരു മേഖലയല്ല സിനിമാ മേഖല. അവിടെ പൊളിറ്റിക്സിനോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനോ യാതൊരു സ്ഥാനവുമില്ല. എങ്കിലും അവിടെയും ചിലർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാറുണ്ട്. ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നടനാണ് ഷെയ്ൻ നിഗം. ബാലതാരമായി അഭിനയിക്കുന്ന കാലം തൊട്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നടനാണ് ഷെയ്ൻ. ആ കാലം തൊട്ട് ഈ കാലം വരെ നല്ലതെന്നും മോശമെന്നും പറയാൻ കഴിയുന്ന പലതരത്തിലുള്ള വാർത്തകളിൽ ഷെയ്ൻ ഇടം നേടിയിട്ടുണ്ട്. എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തുന്നതിൽ ഷെയ്ൻ വിജയിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ ചില അനാവശ്യ വിവാദങ്ങളിൽ പെട്ടിരുന്നെങ്കിലും സിനിമയിൽ പരിചയസമ്പത്തും സ്വയം പക്വതയും ഒക്കെ കൈവന്നതോടെ അത്തരം വിവാദങ്ങളിൽ നിന്നൊക്കെ ഷെയ്ൻ പൂർണ്ണമായും ഒഴിവായി. മാത്രമല്ല പിന്നീട് ഇങ്ങോട്ടുള്ള ഈ കാലത്തിനിടയിൽ മികച്ച കരിയർ ബിൽഡ് ചെയ്യുന്നതിലും ഷെയ്ൻ മടി കാണിച്ചിട്ടില്ല. അവസാനം ഇറങ്ങിയ വേലയിലെയും RDXലെയും ഒക്കെ പ്രകടനത്തിന് വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രശംസയും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷെയ്ൻ വാർത്തകളിൽ നിറയുകയാണ്. കൃത്യമായി പറഞ്ഞാൽ വരാനിരിക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമോഷന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂ മുതൽ അഭിമുഖത്തിനിടയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെയും ഉണ്ണി മുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഉണ്ണി മുകുന്ദൻ ഫിലിംസിനെതിരെയും മോശമായ രീതിയിൽ പരിഹാസ ചുവയിൽ സംസാരിച്ചു എന്നതാണ് ഷെയ്ൻ നിഗത്തിനെതിരെ സൈബർ ആക്രമണം ആരംഭിക്കാൻ കാരണമായ സംഭവം. പ്രധാനമായും സംഘപരിവാർ അക്കൗണ്ടുകളിൽ നിന്നുമാണ് ഷെയ്നെതിരെ വലിയ രീതിയിലുള്ള വിദ്വേഷ കമന്റുകളും പോസ്റ്റുകളും കൂടുതലായി ഉയർന്നു വന്നത്. എന്നാൽ രാഷ്ട്രീയ നിലപാടുകളും സ്വന്തം അഭിപ്രായങ്ങളും ഒരിക്കലും തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഷെയ്ൻ ഈ വിഷയത്തിലും തന്റെ പ്രതികരണം അറിയിച്ചു. ഷെയ്ന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ്. മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നാണ് ഷെയ്ൻ പോസ്റ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്നും അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചത് വിഷമമുണ്ടാക്കുന്നതാണെന്നുമുള്ള തരത്തിൽ. എന്നാൽ ഷെയ്ൻ പോസ്റ്റ് അവിടം കൊണ്ടല്ലായിരുന്നു അവസാനിപ്പിച്ചത്. ഒരു ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി ഷെയ്ൻ അതിനോടൊപ്പം പങ്കുവച്ചിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തു നിന്നവർക്ക് പാത്രമാകാൻ എൻ്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത്. ഇവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളണം. ഇത് ഷെയ്ൻ നിഗത്തിൻ്റെയും ഉണ്ണി മുകുന്ദൻ്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ്. ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് മമ്മൂട്ടിയെ വിട്ട് അവർ ഷെയ്ൻ നിഗത്തിലേക്ക് മാറാനുണ്ടായ ഏക കാരണം. അങ്ങനെയാണ് 52 വർഷത്തിനിടെ ഇതുവരെ കിട്ടാതിരുന്ന ഇപ്പോൾ കിട്ടിയ സുഡാപ്പി എന്ന പദവി ഷെയ്ൻ നിഗത്തിനും കൂടി നൽകുന്നത്. പൊതുവെ BJPക്കെതിരെയോ സംഘപരിവാറിനെതിരെയോ ശബ്ദമുയർത്തുന്നവരെ തീവ്രവാദിയെന്നും സുഡാപ്പി എന്നും അവർ വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ്. മുൻപ് മുസ്ലിം നാമധാരികൾക്ക് നേരെ മാത്രമായിരുന്നു ഈ സുഡാപ്പി പദം ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവർക്കെതിരെ തിരിയുന്ന ആർക്ക് നേരെയും ഈ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അവർക്ക് ആ വാക്ക് പ്രയോഗിക്കാൻ മറുവശത്ത് ഒരു മുസ്ലിം പേര് വേണമെന്നില്ല. തങ്ങളെ എതിർക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും അവരെല്ലാം സംഘപരിവാറിന്റെ കണ്ണിൽ സുഡാപ്പികളാണ്. 52 വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയോട് ഇക്കാലത്തിനിടയിൽ മതപരമായ ഒരു വിവേചനവും മലയാളി സമൂഹം കാണിച്ചിട്ടില്ല. ആരോടും മലയാളികൾ കാണിക്കുകയുമില്ല. എന്നാൽ ആ മമ്മൂട്ടിയും ഒടുവിൽ സുഡാപ്പിയായി. പൊതുവെ ഈ ഒരു പേര് വീഴാതിരിക്കാൻ ഒഴിഞ്ഞുമാറി നടക്കുന്നവരാണ് പലരും. മമ്മൂട്ടിയും ഒരു പ്രതികരണവും നടത്തിയില്ല. എന്നാൽ അവിടെയാണ് ഷെയ്ൻ നിഗം വ്യത്യസ്തനാകുന്നത്. സുഡാപ്പി വിളികളുമായി എത്തിയ സന്ദേശങ്ങൾക്ക് അതെ ഞാൻ സുഡാപ്പിയാണ് എന്ന തരത്തിൽ തന്നെയാണ് ഷെയ്ൻ മറുപടി നൽകിയിരിക്കുന്നത്. സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന ക്യാപ്ഷനോടുകൂടി കഫിയ ധരിച്ച ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടായിരുന്നു ഷെയ്ൻ മറുപടി നൽകിയത്. ഈ കാലത്തിനിടയിൽ ഈ സുഡാപ്പി വിളി കേൾക്കേണ്ടി വന്ന ഒരാളും മുന്നോട്ട് വെക്കാത്ത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഷെയ്ൻ ഈ ചിത്രത്തിലൂടെയും ക്യാപ്ഷനിലൂടെയും മുന്നോട്ട് വെച്ചത്. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി എതിർക്കുന്നവരെ എല്ലാം സുഡാപ്പിയാക്കുമ്പോൾ അതെ ഞാൻ സുഡാപ്പിയാണ്, ഇനി എന്താണ് അറിയേണ്ടത് എന്ന ചോദ്യവും ചിലതിനുള്ള ഉത്തരവും കൂടിയാണ് ഷെയ്ൻ നിഗത്തിന്റെ ഈ ഒരൊറ്റ സ്റ്റോറിയിൽ നിന്നും ജനിച്ചത്. നിരവധി പേർ ഷെയ്ൻ നിഗത്തെ പിന്തുണച്ചുകൊണ്ടും അതിനോടൊപ്പം തന്നെ രൂക്ഷമായ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തിയും സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തുകയാണ് ഇപ്പോഴും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.